ഇനി നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കി കാണിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പഴം ഇവിടെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. തോല് വിണ്ട് കയറുന്ന വരക്കും വേവിക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉടച്ചെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് പൊരിച്ച് കോരി മാറ്റിയേക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആയിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം. എന്നിട്ട് നമുക്ക് അതേ പാനിൽ തന്നെ ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ആ നേന്ത്രപ്പഴം അതൊന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കണം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇത്തിരി ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ ഇളക്കിയാൽ മതിയാവും. അപ്പോഴത്തേക്കും അതൊന്ന് കട്ട് ചെയ്ത് വരും കേട്ടോ. പിന്നെ അതിൽ ആവശ്യത്തിന് കുറച്ചൊരു ഏലക്ക പൊടി ചേർക്കുക. ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ ഏലക്ക ചേർത്താലാണ് ഇതിനൊരു ടേസ്റ്റ്. അപ്പോൾ പാനിൽ കണ്ടോ ഇങ്ങനെ ഉരുണ്ട് വരുന്ന പോലെ ആയില്ലേ, ആ സമയത്ത് നമുക്കതൊന്ന് മാറ്റിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി അടുത്ത് ചെയ്യേണ്ടത്, ഞാൻ അതേ പാൻ തന്നെ കഴുകിയിട്ട് അതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 മുട്ട ചേർത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. ചിക്കി പൊരിച്ചെടുക്കില്ലേ അതേപോലെ. അപ്പോൾ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തത് കേട്ടോ. മിൽക്ക് മെയ്ഡ് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറേ സമയത്ത് പൊരിച്ചെടുത്ത് വടി പോലെ ആക്കരുത്. ഒരു സോഫ്റ്റ് ആവണ സമയം വരെക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത്ര മതിയാവും. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാൻ വെക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഏതിഷ്ടമുള്ള പാത്രത്തിൽ വെക്കാം കേട്ടോ. സ്റ്റീലായാലും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പഴത്തിൻ്റെ പകുതി എടുത്തിട്ട് ഏറ്റവും താഴെ ഒന്ന് നിരത്തി കൊടുക്കുക. നല്ല അമർത്തിയിട്ട് ഒരേ ലെവലാക്കി കൊടുക്കണം. അതിൻ്റെ മുകളിൽ വേണം നമുക്ക് മുട്ട ചിക്കി പൊരിച്ചത് വെച്ച് കൊടുക്കാൻ. അതും ഇതുപോലെ അമർത്തി കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുട്ട ഫ്രൈ ആക്കുമ്പോൾ കുറേ സമയം ഇട്ടിട്ട് ഇളക്കിയിട്ട് വടി പോലെ ആക്കരുതെന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അമർത്തുമ്പോൾ അത് അല്ലെങ്കിൽ അമർന്നിരിക്കില്ല. അതുകൊണ്ടാട്ടോ. അത് അമർന്നിരുന്നില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ മുട്ടയൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായി പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ബാക്കി വന്ന പകുതി പഴമല്ലേ, അതും ഇതേപോലെ ഒന്ന് നിരത്തിയിട്ട് അമർത്തി കൊടുക്കുക. നല്ല അമർത്തി ടൈറ്റാക്കിയിട്ട് ഒരേ ലെവലിലാക്കി കൊടുക്കുക. ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരുന്നില്ലേ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ, അതൊക്കെ ഒന്ന് വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക. ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് അപ്പം തന്നെ മുറിക്കുക. അതല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കുക, ഇഷ്ടമുള്ള സൈസിൽ മുറിക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ ഇങ്ങനെ മുറിച്ചപ്പോൾ എനിക്കൊരു 12 പീസ് കിട്ടി. ഇങ്ങനെ 3 പഴത്തിൽ 3 നേന്ത്രപ്പഴത്തിന് 3 മുട്ട, അങ്ങനത്തെ അളവാണ്. അപ്പോൾ ഈ കായപ്പോളയും പിന്നെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കൂലേ നമ്മൾ, അതിനേക്കാളൊക്കെ ടേസ്റ്റ് ഉണ്ട് ഈ ഒരു സ്നാക്ക് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.